ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് മാർച്ച് മാസം 19-ാം തീയതിയാണ്. ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും ഇന്ന് രാത്രി റിലീസ് ചെയ്യാൻ തീരുമാനിക്കുന്ന സിനിമകളും അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സിനിമ ഒരു സരള പ്രേമ കഥ എന്ന് പറഞ്ഞൊരു കന്നഡ മൂവിയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ ഒരു കന്നഡ ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് മറക്കുമാ നെഞ്ച എന്ന് പറഞ്ഞൊരു തമിഴ് റൊമാൻറ്റിക് മൂവിയായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമ സിംപ്ലി സൗത്തിലും അതുപോലെ ടണ്ടികോട്ടയിലും ഇന്ന് റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകൾ വന്നിരുന്നെങ്കിലും ഇതുവരെ വന്നിട്ടില്ല. ലേറ്റ് ആവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും 12 മണിക്കുള്ളിൽ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. വെയിറ്റ് ചെയ്യാൻ നമുക്ക്. അപ്പോൾ ഈ രണ്ട് അപ്ഡേറ്റുകളാണ്. പിന്നെ ഹനുമാൻ എന്ന് പറഞ്ഞ സിനിമ, ഈ സിനിമയുടെ ഹിന്ദി വേഷമായിരുന്നു ആദ്യം വന്നിരുന്നത്. പിന്നെ തമിഴും മലയാളമൊക്കെ എന്ന് വരുന്നുള്ള പലരും ചോദിച്ചിരുന്നു. ഇപ്പോൾ തെലുങ്ക് വേഷം ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. തെലുങ്ക് വേഷം ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്ഡേറ്റ് ഞാൻ സത്യം പറയാതെ ഞാൻ വേറെ ഒരു യാത്രയിലായതുകൊണ്ട് അപ്ഡേറ്റ് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ തെലുങ്ക് വേർഷൻ വന്നിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി. അപ്പോൾ തമിഴും മലയാളം വൈകാതെ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. C5 തെലുങ്ക് വേഷം വന്നിട്ടുള്ളത്. ഹിന്ദി വേഷം വന്നിട്ടുള്ളത് ജിയോ സിനിമയിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ന് റിലീസ് ചെയ്ത അപ്ഡേറ്റുകളായിട്ടുള്ളത്. ഇനി നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ സീരീസുകളുടെ അപ്ഡേറ്റുകൾ നോക്കാം. അതിൽ ഒന്നാമത്തത് റാഹേൽ മകൻ കോര എന്ന് പറഞ്ഞ മലയാള സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സിനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മാർച്ച് മാസം 28-ാം തീയതിയാണ് ഈ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ്, ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് ആയിരിക്കും പുറത്ത് വന്നിട്ടുള്ളത്. മേ ബി ചിലപ്പോൾ ഈ ആഴ്ചയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നത് മാർച്ച് മാസം 28-ാം തീയതിയാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്. ഒരു സയൻസ് ഫിക്ഷൻ റൊമാൻറ്റിക് കോമഡി പാത്രപ്പെടുത്തുന്ന ഒരു ഹിന്ദി മൂവിയാണ്. പിന്നെ തേരി ബത്തോമെ ഏസാ ഉൽജ ജിയ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഷാഹിദ് കപൂർ, കൃതി സനോണൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയായിരുന്നു. ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ മാർച്ച് മാസം ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കിലായിട്ട് റിലീസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു സീരീസാണ്, ഒരു തമിഴ് സീരീസാണ്. സുഴൽ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ സീരീസിൻ്റെ സെക്കൻഡ് സീസണാണ്. ഫസ്റ്റ് സീസൺ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. നല്ലൊരു അടിപൊളി ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിരുന്നു ഈ ഒരു സീരീസ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് സീസൺ വരാൻ തയ്യാറെടുക്കുകയാണ്. ഈ വർഷം അവസാനത്തോടെ വരുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. ഷൂട്ടിംഗ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് അറിയുന്നുണ്ട്. ആമസോൺ പ്രൈമിൽ മൾട്ടി ലാംഗ്വേജിൽ മലയാളം അടക്കമുള്ള ഭാഷയിൽ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് ഇപ്പം പുറത്തു വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്. നമ്മുടെ യാബി ഗൗതം, അതുപോലെ തന്നെ പ്രിയാമണി എന്നൊരു പ്രധാന വേഷം കൈകാര്യം ചെയ്ത അത്യാവശ്യം നല്ല കളക്ഷൻ നേടി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയായിരുന്നു ആർട്ടിക്കിൾ 370 എന്ന ഹിന്ദി മൂവി. ജിയോ സിനിമ അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിലും ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ ഒരു സിനിമ ഏപ്രിൽ മാസം പകുതിയോടെ വരാൻ പോകുന്നതെന്നാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അടുത്തത് ഒരു സീരീസാണ്. പിന്നെ സീരീസ് എന്ന് പറഞ്ഞാൽ സിറ്റാഡൽ എന്ന് പറഞ്ഞ സീരീസ് ഇംഗ്ലീഷിൽ വന്നൊരു സീരീസ് ആയിരുന്നു. നമ്മുടെ പിന്നെ പ്രിയങ്ക ചോപ്രയൊക്കെ ആയിരുന്നു ആ ഒരു സിനിമയിൽ ഇംഗ്ലീഷ് വേഷനിൽ പിന്നെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. സിറ്റാഡൽ യൂണിവേഴ്സ് എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറാക്കുന്നത്. ഈ സിറ്റാഡൽ യൂണിവേഴ്സിലെ ഇന്ത്യൻ വേഷം വരാൻ പോവുകയാണ്. സിറ്റാഡൽ ഹണി ബണ്ണി എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. വരുൺ ധവാൻ, സമന്ത, അതുപോലെ തന്നെ KK മേനോൻ, സിംറ എന്നിവരൊക്കെയാണ് ഈ ഒരു സീരീസിൽ ഈ ഒരു ഇന്ത്യൻ വേഷനിൽ പിന്നെ എന്താ പറയുക പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. രാജൻ DK ആണ് ക്രിയേറ്റഡ് ഈ സീരീസിൻ്റെ ക്രിയേറ്റേഴ്സ്. അപ്പം എന്തായാലും വെയിറ്റിംഗ് ആണ് ഈ ഒരു സീരീസിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഒഫീഷ്യൽ പോസ്റ്ററൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. എന്ന് റിലീസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവർ പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും പുതിയ അപ്ഡേറ്റ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം അടുത്തത് നമ്മളെ ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിലോടി 200 കോടി കളക്ഷൻ. മലയാളത്തിൽ നിന്നും ആദ്യമായിട്ട് ഒരു സിനിമ 200 കോടി കളക്ഷൻ നേടിയിരിക്കുകയാണ്. മഞ്ഞുമ്മൽ ബോയ്സ്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് ഡിസ്നി+ ഹോട്ട്സ്റ്റാറാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പം ഈ ഒരു സിനിമ എന്ന് റിലീസ് ചെയ്യുന്നു നോക്കിക്കഴിഞ്ഞാൽ എബ്രഹാം ഓസ്ലർ അതുപോലെ തന്നെ പ്രേമലും ഒക്കെ ഡിസ്നി+ ഹോട്ട്സ്റ്റാറാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ രണ്ട് സിനിമകളും റിലീസ് ചെയ്തതിന് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ. അപ്പോൾ ഡിസ്നി+ ഹോട്ട്സ്റ്റാർ, എബ്രഹാം ഓസ്ലർ അതുപോലെ തന്നെ പ്രേമൽ, ഈ രണ്ട് സിനിമകൾക്ക് ശേഷം ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമയെ നോക്കാം. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷമാണ് എബ്രഹാം ഓസ്ലർ റിലീസ് ചെയ്യുന്നത്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി മലയാളം ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്യുന്നതാണ്. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞ ഈ സിനിമ. ഓക്കെ, അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ്
ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.